ഭരിക്കണ പാർട്ടിയുടെ മുഖച്ഛായയാണല്ലോ പോലീസും വിജിലൻസും ഒക്കെ. അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചു, വിജിലൻസ് കോടതിയിലേക്ക് വെച്ചു. പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു പ്രോസിക്യൂഷൻ പെർമിഷനോ അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്താനുള്ള ഒരു ഉത്തരവ് കൊടുക്കണ്ടേ വിജിലൻസ് ഡയറക്ടർ, അതുപോലും കൊടുത്തില്ല. ഡയറക്ടർ അതിൻ്റെ കുണ്ടിയിൽ അതിൻ്റെ ആ ഫയലിൻ്റെ മേലിൽ കുണ്ടിയും വെച്ചുകൊണ്ടിരുന്നാലൊന്നും നമ്മൾ പേടിക്കണമൊന്നുമല്ല. നിങ്ങൾ പെർമിഷൻ കൊടുത്തില്ലെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സാങ്ഷൻ പെർമിഷന് കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ സാങ്ഷൻ പെർമിഷന്, പ്രോസിക്യൂഷൻ പെർമിഷന് ഞാൻ റിക്വസ്റ്റും കൊടുക്കും. അത്രയേ ഉള്ളൂ. കളി നമ്മളോടും വേണ്ടാന്നേ ഞാനും പറഞ്ഞോളൂ. നമുക്ക് നോക്കാം എത്ര പേര് ഇനി വീഴുമെന്ന് നമുക്ക് കണ്ടറിയാം. ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ മന്ത്രിയെയും MLAയും പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഭരണാനുമതി മേടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരനെ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അനുമതിയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ അനുമതിയോ എന്തുകൊണ്ട് മേടിക്കുന്നില്ല? നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാനേ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനാക്രമണത്തിൻ്റെ ഭീഷണിയിലാണ്. ഞാൻ ഇത് ചൂണ്ടിക്കാട്ടി ഞാൻ വിജിലൻസിന് ഞാൻ പരാതി കൊടുത്തെങ്കിലും വിജിലൻസ് യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഞാൻ അവസാനം പ്രോസിക്യൂഷൻ പെർമിഷൻ വേണം. കാരണം ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ മന്ത്രിയെയും MLAയും പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഭരണാനുമതി മേടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരനെ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അനുമതിയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ അനുമതിയോ എന്തുകൊണ്ട് മേടിക്കുന്നില്ല? എന്തായാലും അനുമതി വേണം എന്നുള്ളത് നിയമമായതുകൊണ്ട് ഞാൻ 3 പേർക്കും ഞാൻ കത്ത് തയ്യാറാക്കി അയക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അഡ്രസ്സൊക്കെ ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. എന്തായാലും 10ഓളം പ്രതികൾ നിലവിലുണ്ട്. അതിൽ 2 പേര് പുതിയ സർക്കാരിൻ്റെ മന്ത്രിമാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തത് ഗവർണർക്കും രണ്ടാമത്തത് MLA ആയതുകൊണ്ട് സ്പീക്കർക്കും, കേരള നിയമസഭാ സ്പീക്കറായിട്ടുള്ള സ്പീക്കർക്കും, പിന്നെ ഒരെണ്ണം അവരുടെ തന്നെ ഹെഡ് ഓഫ് ദ ഫോറസ്റ്റിലെ അവർക്കുമാണ്. അങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കത്തയക്കുന്നത്. കത്തയച്ച വെയിറ്റ് ചെയ്യാൻ നേരമൊന്നുമില്ല. കാരണം വെയിറ്റ് ചെയ്ത് 90 ദിവസത്തെ സാങ്ഷൻ പെർമിഷൻ കിട്ടാനായിട്ട് 90 ദിവസത്തോളം എടുക്കും. നമുക്കതിനകത്ത് അത്രത്തോളം ദിവസം നിന്ന് കഴിഞ്ഞാൽ ആന ചിലപ്പോൾ നമ്മളെ ചവിട്ടിക്കൊല്ലും. അതുകൊണ്ട് അതിനുള്ള നേരമൊന്നും എനിക്കില്ല. എന്തായാലും സാങ്ഷന് കൊടുക്കാനായിട്ട് കളമശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം തയ്യാറാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ സെർവർ കംപ്ലൈൻ്റാണ്. സെർവർ കംപ്ലൈൻ്റ് ആയതിനെ തുടർന്നിട്ട് ഇപ്പം നമ്മൾ ആലുവയിൽ വന്ന് ആലുവ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇപ്പം നമ്മൾ അയക്കും. കളി നമ്മളോടും വേണ്ട. കാരണം അഴിമതി നടത്താനല്ല, മന്ത്രിയെയും MLAനെയും ഒക്കെ നമ്മളങ്ങോട്ട് ജയിപ്പിച്ചു കിട്ടും. അധികാരം കിട്ടിയാൽ എന്തും കാണിക്കാമെന്നുള്ള ഇതൊക്കെ വെച്ചാൽ അതൊരു ധാർഷ്ട്യമായിട്ട് മാറും. ആ ധാർഷ്ട്യം എന്നോട് വേണ്ട, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരോടും വേണ്ട. അത് മന്ത്രി വീട്ടിൽ കാണിച്ചാൽ മതി. മന്ത്രി ആയാലും കൊള്ളാം, MLA ആയാലും കൊള്ളാം, ഉദ്യോഗസ്ഥരായാലും കൊള്ളാം. അതൊന്നും ഇവിടെ ഇറക്കണ്ട, നടക്കില്ല. കാരണം വീട്ടിൽ നിന്ന് രാത്രി ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടുമ്പോൾ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ മുഴുവൻ. സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ പഞ്ചായത്തിന് പറ്റത്തില്ല. 6 മാസമായിട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഇവർക്ക് ആർക്കും നേരമില്ല. അങ്ങനെ ഇതിൻ്റെ പുറകെ ചെന്നപ്പോഴാണ് കുറേ രേഖകൾ എനിക്ക് കിട്ടുന്നത്. ഞാനും വിട്ടില്ല. ഞാൻ ആ രേഖകൾ വെച്ച് വിജിലൻസിൽ പരാതി കൊടുത്തു. ഭരിക്കണ പാർട്ടിയുടെ മുഖച്ഛായയാണല്ലോ പോലീസും വിജിലൻസും ഒക്കെ. അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചു, വിജിലൻസ് കോടതിയിലേക്ക് വെച്ചു. പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു പ്രോസിക്യൂഷൻ പെർമിഷനോ അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്താനുള്ള ഒരു ഉത്തരവ് കൊടുക്കണ്ടേ വിജിലൻസ് ഡയറക്ടർ, അതുപോലും കൊടുത്തില്ല.
ഡയറക്ടർ അതിൻ്റെ കുണ്ടിയിൽ അതിൻ്റെ ആ ഫയലിൻ്റെ മേലിൽ കുണ്ടിയും വെച്ചുകൊണ്ടിരുന്നാലൊന്നും നമ്മൾ പേടിക്കണമൊന്നുമല്ല. നിങ്ങൾ പെർമിഷൻ കൊടുത്തില്ലെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സാങ്ഷൻ പെർമിഷന് കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ സാങ്ഷൻ പെർമിഷന്, പ്രോസിക്യൂഷൻ പെർമിഷന് ഞാൻ റിക്വസ്റ്റും കൊടുക്കും. അത്രയേ ഉള്ളൂ. കളി നമ്മളോടും വേണ്ടാന്നേ ഞാനും പറഞ്ഞോളൂ. നമുക്ക് നോക്കാം എത്ര പേര് ഇനി വീഴുമെന്ന് നമുക്ക് കണ്ടറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ബോസ്കോ കളമശ്ശേരി എന്ന് പറഞ്ഞൊരു പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ടായില്ലേ, 102 MLA മാരുമായി കളി തുടങ്ങിയ അതിൽ 2 പേരെ ഞാൻ റണ്ണൗട്ട് ആക്കുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നും അല്ലല്ലോ. അഴിമതി നടത്തിയതിൻ്റെ മുഴുവൻ പേപ്പറും വെച്ചിട്ട് തന്നെയല്ലേ ഞാനത് കളി വച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാം. എന്തായാലും നാളെ തന്നെ വിജിലൻസ് കോടതിയിൽ പടി കയറാനാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനം നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.